ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ട്രേഡിൽ ബാക്ക്മാൻ വന്നിക്കാണ്. അപ്പൊ നമുക്ക് ബാക്ക്മാൻ ആവാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ഇതാണ് ബാക്ക്മാനും കാര്യങ്ങൾ. അപ്പൊ ഞാൻ ടി വി ഓൺ ചെയ്തപ്പോ 1 ദിവസം ഒരു ബാക്ക്മാൻ ഒക്കെ ആവാൻ പറ്റിയ ഒരു അവസരമുണ്ട്. അപ്പൊ നമ്മള് ന്യൂസ് ഒക്കെ വെച്ച് നോക്കിയപ്പോ കിട്ടീന്. അപ്പൊ നമുക്ക് ഇത് ആവാൻ പറ്റുന്ന ഈ വീഡിയോ കൂടെ പറഞ്ഞു തരാം, എങ്ങനെ ആവില്ലെന്നൊക്കെ വീഡിയോ കൂടെ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോവാണ്. അപ്പൊ എന്താ കാര്യം അറിയില്ല. അപ്പൊ നമ്മള് നേരെ വണ്ടി എടുത്താണ് പോകാൻ, പെട്ടെന്ന് അർജന്റായി വരാനാ പറഞ്ഞത്. അപ്പൊ ഇതിനെ പറ്റി ന്യൂസ് ആണോ നമുക്ക് അറിയില്ല. അപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് എന്താണ് കാരണം എന്ന് അറിയില്ല. നമുക്ക് എന്തെങ്കിലും ഏൽപ്പിച്ചാനാണോ അല്ലെങ്കിൽ എന്താ സിറ്റിയെ നശിപ്പിക്കാനാണോ സിറ്റി എന്തെങ്കിലും രക്ഷിക്കാനോന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ എന്തായാലും പോയിക്കൂടെ പോലീസ് സ്റ്റേഷൻ നമ്മൾ മുന്നിൽ തന്നെയാണ് പെട്ടെന്ന് എത്തിയത്. അപ്പൊ എന്തായാലും നമ്മള് കഴിഞ്ഞ വീഡിയോ കാണത്തിൽ കുറെ ചെക്കൗട്ട് ചെയ്യുക, അടിപൊളി വീഡിയോ കാര്യത്തിൽ ന്യൂസ് സിറ്റിയും കാര്യത്തിൽ നമ്മളെ ഗെയിമിലേക്ക് ആടാവുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തി കുറെ വണ്ടിയും കാര്യത്തിന് ഒരു ഗ്യാപ്പും കാര്യത്തിൽ അപ്പൊ ഗ്യാപ്പിൽ വണ്ടി നിർത്തിയത്. അപ്പൊ എന്തായാലും മുന്നിൽ പോലീസ് സ്റ്റേഷൻ പോലീസ് ഉണ്ട്. അപ്പൊ എന്തായാലും ചോദിച്ചോക്കെ, എന്തായാലും സാറിനോട് ചോദിച്ചോക്കെ എന്താ വിളിപ്പിച്ചൊന്നും അറിയില്ല. സാറിനെ വിളിപ്പിച്ച നമ്മളെ ബാക്ക്മാൻ നമ്മളെ പരാതിയും കാര്യത്താണ്. എന്താ പരാതി? ബാക്ക്മാന്റെ ഷൂട്ടും കാര്യത്തിന് കാണില്ല. അപ്പൊ അത് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സീക്രട്ട് ആയിട്ട് അറിയാം, പക്ഷെ അത് എവിടെ ആയിട്ട് എടുക്കാന്ന് പറ്റി നമുക്ക് അറിയാം. പക്ഷെ അത് നമുക്ക് ഇതുവരെ കിട്ടിയില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ എടുക്കാത്ത. നമുക്ക് ഫ്രാങ്കിലിന് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ആ ലൊക്കേഷനിൽ പോകാൻ പറ്റിയിട്ട് പോയി. ഒരു റാമിന്റെ മുകളിലാണ് ഷൂട്ടും കാര്യത്തിന് വരുന്നത്. അപ്പൊ ആ റാമിന്റെ മുകളിൽ കയറാൻ പറ്റും. അപ്പൊ അത് നമ്മളെ ഗെയിമിലത്തെ ഫ്രാങ്കിലിന് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ സിറ്റിയിലെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാക്ക്മാനെ രക്ഷിക്കാൻ വേണ്ടി ഫ്രാങ്കിലിന് മാത്രമേ പറ്റുള്ളൂ. അതാണ് ഫ്രാങ്കിലിനെ കോൾ ചെയ്ത്. ഫ്രാങ്കിലിന് പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പൊ ഫ്രാങ്കിലിൻ എന്തായാലും രക്ഷിച്ചു കൊടുക്കണം. അതെന്താ സാറേ നമ്മളോട് പറഞ്ഞു ബാക്ക്മാന്റെ ഷൂട്ടും കാര്യം തന്നെ നഷ്ടപ്പെട്ടു. അപ്പൊ കുറച്ച് നഷ്ടപ്പെട്ടിരുന്നു പറഞ്ഞു. അപ്പൊ പോലീസുകാർക്ക് അറിയാം ലൊക്കേഷനും കാര്യം തന്നിരുന്നു. അപ്പൊ നമ്മളൊരു വണ്ടി എടുത്താൽ പോകാനാ പറഞ്ഞത്. അപ്പൊ വണ്ടി എടുത്താൽ ഈ റാമിന്റെ മുകളിലായിട്ടാ പറഞ്ഞു. അപ്പൊ എന്തായാലും റാമിന്റെ മുകൾക്ക് പോലീസുകാർക്ക് ഒന്നും കയറാൻ പറ്റൂല തന്നെ. അപ്പൊ നമുക്ക് ബാക്ക്മാനൊക്കെ ആവാൻ പറ്റുന്ന പറഞ്ഞു. അപ്പൊ എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും രക്ഷിച്ചു കൊടുക്കാം. നമ്മൾ സിറ്റിയിലല്ലേ, നമ്മൾ പോലീസുകാർക്ക് പരാതി കിട്ടിയോണ്ട് നമ്മളോട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന്റെ മുകൾക്ക് കയറണം. നമുക്കിപ്പോ സൂപ്പർ പവർ കാര്യം എന്നാലും നമുക്കൊന്ന് കയറിയേക്കാം. എന്തായാലും ബൈക്കും കാര്യം തന്നല്ലോ. അപ്പൊ എന്തായാലും കയറാൻ പറ്റുമെന്നൊന്നും അറിയാം. അപ്പൊ നമ്മൾ ബെല്ല വന്നോണ്ട് 5:45 കയറാൻ പറ്റി. പക്ഷെ അതിന്റെ എത്തിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കൊക്കെ റിവേഴ്സ് എടുത്ത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ സൂപ്പർമാനെ ഉപയോഗിച്ച് സൂപ്പർ പവർ ഉപയോഗിച്ച് നമുക്ക് നേരെ മുകൾക്ക് കയറാൻ പറ്റുമോ നോക്കാം. അതിന് സൂപ്പർമാന്റെ പവറൊക്കെ ഞാൻ ഓൺ ആക്കിയപ്പോ നേരെ മുകൾക്കൊക്കെ എത്തി. അപ്പൊ നമ്മൾ എന്തായാലും ആ സാധനം എടുത്തിട്ട് അങ്ങനെ ബാക്ക്മാന്റെ വെപ്പണും കാര്യത്തിന് ഫസ്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ഇതാണ് വെപ്പണും കാര്യത്തിന്റെ വരുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും വെപ്പൺ എടുത്താൽ അടുത്ത ദിക്ക് പോകും. അപ്പൊ ഇതാണ് വെപ്പണും കാര്യത്തിന്റെ എടുത്തിക്കണം. അപ്പൊ ഇതാണ് വെപ്പണ്. അപ്പൊ നമ്മൾ വെപ്പൺ എടുത്താണ് താഴത്തേക്ക് നേരെ ഇറങ്ങിയിരിക്കണം. അപ്പൊ അതാണ് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ഡാമേജിങ് കാര്യത്തിന്റെ കുഴപ്പമില്ല. അപ്പൊ അടുത്തത് ബാക്ക്മാന്റെ സാധനം നമുക്ക് കൺസ്ട്രക്ട് ഏരിയന്റെ അവിടെ ആയിട്ടാണ്, പണി സ്ഥലത്തിന്റെ അവിടെ ആയിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബൈക്ക് എടുത്താണ് അവിടെ പോകും. അങ്ങനെ ഏകദേശം നമ്മൾ പണി സ്ഥലത്തിന്റെ അവിടെ എത്തിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആ സ്ഥലം കാര്യത്തിൽ നമ്മൾ ന്യൂ ഷോറൂമിന്റെ മുന്നിലായിട്ടാണ് വരുന്ന സംഭവം. അപ്പൊ തന്നെ ആർക്ക് പോയി ഉപകാരമില്ലാതെ എടുക്കണ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് എത്തിയാണ് നോക്കാം. അപ്പൊ ഇവിടെ ഒരു പൈപ്പിന്റെ അവിടെ ആയിട്ട് ഉള്ളിലായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ് നോക്കാം. വണ്ടിയുടെ അങ്ങനെ പോകുന്ന സേഫ്റ്റിയും കാര്യങ്ങളൊന്നല്ല. അപ്പം എന്താണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് എന്തുണ്ടാകുന്നൊന്നും പറയാൻ പറ്റും. ഈ പൈപ്പിന്റെ ഓളിന്റെ ഉള്ളിലായിട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് വിശ്വാസം ഒന്നും വന്നില്ല. നമുക്ക് എന്താ നോക്കാൻ ഉണ്ടായില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഉള്ളിൽ കയറിയായിട്ട് നോക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഉള്ളിലൊക്കെ കണ്ടു. അപ്പൊ ഇത് ലൈറ്റും കാര്യമൊക്കെ തന്നെ ഇങ്ങനത്തെ പവറും കാര്യത്തൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിലായിട്ട് അറിയാം. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടി കൊണ്ടുവരാനാ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം പോലീസിന്റെ അടുത്ത്. അപ്പൊ നമ്മളെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി കയറേണ്ട അടുത്ത ലൊക്കേഷനിലേക്ക് എന്തായാലും ബാക്ക്മാന്റെ വണ്ടിയും കാര്യം തന്നെ ഞാൻ അടുത്ത് എടുക്കാറില്ല. അപ്പൊ കുറച്ച് സാധനം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് നമ്മളോട് പോലീസുകാർ പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മളോട് എടുക്കാനാ പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് ഫസ്റ്റത്തെ തന്നെ പോലീസുകാർക്ക് ചെയ്യാൻ പറ്റൂല, പോലീസുകാർ ഒഴിഞ്ഞതാണ്. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നതുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ച്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ സീക്രട്ട് ആയിട്ട് ഒളിപ്പിച്ചിട്ട് നമുക്ക് ലീക്ക് കാര്യം കിട്ടിയതാണ്. അപ്പൊ എന്തായാലും ആ ബിൽഡിങ്ങിന്റെ അവിടെ എത്തി. നമ്മൾ നേരെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറാനേ പറ്റുള്ളൂ. ഇങ്ങനെ കയറിയാലേ ഉള്ളിലേക്ക് എത്തുള്ളൂ. ഡോറും കാര്യമൊന്നും ഇല്ലാത്തത് ഇതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചാൽ കുറെ ആൾക്കാർ കൊണ്ടുപോയാൻ തട്ടിക്കൊണ്ടുപോയതാണ്. അപ്പൊ എന്തായാലും നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറിയത്. അപ്പൊ ഇതാണ് ബാക്ക്മാന്റെ കാറും കാര്യമൊക്കെ തന്നെ വരുന്നത്. അപ്പൊ നിങ്ങൾ ബാക്ക്മാന്റെ കാറിന്റെ ഫാനാണ് താഴെ കമന്റ് മാർക്ക് ചെയ്ത്. അപ്പൊ നിങ്ങൾ അഭിപ്രായം താഴെ കമന്റ് മാർക്ക് ചെയ്തതാണ് ബാക്ക്മാന്റെ കാറും കാര്യമൊക്കെ തന്നെ. അപ്പൊ ഇത് നമ്മളെ സ്വന്തമാക്കിന്. അപ്പൊ ഇത് നമുക്ക് ഏറ്റവും നമ്മൾ പോകാൻ നേരെ വണ്ടി കയറേണ്ട അടുത്ത ഇതിക്ക് പോകാം. അപ്പൊ അടുത്ത നമുക്ക് സീക്രട്ടും കാര്യത്തിൽ തന്നെ പെട്രോൾ പമ്പിന്റെ അവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് അതേപോലെ തന്നെ വണ്ടിന്റെ ഉള്ളിലത്തെ ഒരു എഞ്ചിനും കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ പെട്രോൾ പമ്പിന്റെ ഇതിന്റെ ഉള്ളിലായിട്ടാണ് അടുത്ത സാധനം കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ വണ്ടി നേരെ ബൈക്കിലെ വന്നോണ്ട് ബൈക്കിന്റെ ഉള്ളിലേക്ക് കയറും. ഇങ്ങനെ ഉള്ളിൽ കയറാൻ പറ്റും. അങ്ങനെ ഉള്ളിൽ കയറി. അപ്പൊ ഇതാണ് ഉള്ളിലത്തെ എല്ലാം വരുന്നത്. അപ്പൊ ഇത് ഉള്ളിൽ ഫിറ്റ് ചെയ്താൽ മാത്രം നമുക്ക് വർക്ക് ആവുള്ളൂ. അപ്പൊ വർക്ക് ആയാലും നമുക്ക് ഓട്ടാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇത് നമ്മളിങ്ങനെ സ്വന്തമാക്കണം. അപ്പൊ ഇത് നമ്മൾ സ്വന്തമാക്കണം. അപ്പൊ നേരത്തെ നമ്മുടെ അടുത്തുള്ള ബോർഡിങ് കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ നേരെ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കണം. അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി. അപ്പൊ അടുത്തുള്ള നമുക്ക് ഹെലികോപ്റ്ററും കാര്യങ്ങൾ തന്നെ വേണം. അപ്പൊ ഹെലികോപ്റ്ററിൽ ആ സംഘം എടുക്കും. അപ്പൊ നമുക്ക് പോലീസുകാരോട് സംസാരിച്ചോ കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ഒപ്പിച്ചാൻ പറ്റുമോന്നൊന്നും അറിയാം. അപ്പൊ എന്തായാലും നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ സംസാരിച്ചാലേ മാത്രമേ അറിയുള്ളൂ. അപ്പൊ പെട്രോൾ പമ്പിന്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റോറിയുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്
സപ്പോർട്ട് തരേണ്ടത്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 2 വീഡിയോ അതിലും തീരെ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് തന്നെയാണ്. അത് ന്യൂ മോഡും കാര്യത്തിൽ നമ്മളെ ഗെയിമിലേക്ക് ആടാണ് അതിന് പറ്റിയാണ്. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളെത്തി. അപ്പൊ നമുക്ക് വണ്ടി കുറച്ചാളും നിർത്തിയാണ്ട് 2 പോലീസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നേരത്തെ വന്നപ്പോൾ ഒരു പോലീസിനും മാത്രമേ അത് നമ്മൾ സാറിനോട് ചോദിച്ചാൽ സാർ നമുക്ക് ഒരു ഹെലികോപ്റ്ററിന്റെ ആവശ്യം ഒരു അത്യാവശ്യം ഹെലികോപ്റ്റർ അത് നമുക്ക് ഹെലികോപ്റ്ററും കാര്യത്തിന് കിട്ടി. അപ്പൊ ഇതാണ് ഹെലികോപ്റ്ററും കാര്യത്തിന് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ മോൾക്ക് പറത്തിച്ചാൻ തുടങ്ങി. അതിന് കുറച്ച് ദൂരത്തേക്ക് പോകാൻ. അപ്പൊ അടുത്ത ബാക്ക്മാനൊക്കെ മുഖത്ത് വെക്കുന്ന സാധനം കാര്യത്തിനാണ്. അപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ കാര്യത്തിന് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ കത്തിച്ചിട്ട് പോകാം. ഹെലികോപ്റ്ററൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്ര സ്പീഡ് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തായാലും പോയി നോക്കാം. അപ്പൊ അങ്ങനെ ഏകദേശം നമ്മൾ അവിടെ എത്തിയും കാര്യങ്ങളും ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ അപ്പൊ ഇതിന്റെ മുകളിൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ലാൻഡ് സേഫ് ആയി ചെയ്യണം. അങ്ങോട്ടോ അങ്ങോട്ടും മാറി നമുക്ക് ബംഗാളെ എല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പൊ ഇത് നിൽക്കാൻ പറ്റുമെന്ന് അറിയാം. അങ്ങനെ ഇറങ്ങി നോക്കിക്കണം എന്താണെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെ സാധനം കിട്ടിയതാണ് ബാക്ക്മാന്റെ മുഖത്ത് വെക്കുന്ന സാധനം കാര്യത്തിന്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഇത് കൈക്കിലാക്കില്ല. അപ്പൊ ഇത് നമുക്ക് നേരെ ഹെലികോപ്റ്ററിൽ കയറി പോകാനുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ഹെലികോപ്റ്ററും കാര്യത്തിന് കയറിയിരിക്കണം. അപ്പൊ നമുക്ക് നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടത്. അപ്പൊ ഇതോടെ കൊട്ടുകഴിഞ്ഞാലും കഴിഞ്ഞാൽ തോന്നുന്നുണ്ട്. അപ്പൊ ഇത്ര നമുക്ക് പോലീസുകാർ പറഞ്ഞു തന്നിട്ട് ഇനി എന്തെങ്കിലും പോലീസുകാർ സീക്രട്ട് ആക്കി വെച്ചിക്കണമെന്നൊന്നും നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് എടുക്കാൻ കഴിഞ്ഞ ഇത്ര തന്നെ ഉള്ളൂ. ഇനി വേറെ ലെവൽ ഉണ്ടാകുന്നൊന്നും പറയാൻ പറ്റും. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയാൽ മാത്രമേ അറിയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലും കാര്യത്തിന് എത്തി. അപ്പൊ കുറച്ചേരം നിന്ന് കുറെ യാത്ര ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി. സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറെ എപ്പോ ഫിനിഷ് ആയിക്കണേ. ആ സാറ് ഇനി ഒന്നുമില്ലല്ലോ. സാറ് എങ്ങനെ ടാങ്കി ഒന്നും വേണ്ട. നമ്മളെ സിറ്റി രക്ഷിക്കാൻ നമ്മള് ഫ്രാങ്കിലിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് മാത്രം രക്ഷിച്ച് ബാക്ക്മാൻ ആവും. അപ്പൊ നമ്മളോട് പറഞ്ഞു പോലീസുകാരെ നമ്മൾ കുറച്ചേരം ബാക്ക്മാനും കാര്യങ്ങൾ തന്നെ ആവുന്ന പറഞ്ഞത്. അപ്പൊ നമുക്ക് കുറച്ചേരം വീട്ടിൽ പോയി നിൽക്കാനാ പറഞ്ഞു. അപ്പൊ വീട്ടിൽ പോയി നിന്ന് നമുക്ക് ബാക്ക്മാന്റെ പവറും കാര്യത്തിന് കിട്ടുന്ന പറഞ്ഞു. പവറല്ല സൂട്ടും കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആവാന്നൊന്നും പറയാൻ നമ്മൾ വണ്ടി എടുത്ത് പോയിക്കുന്നു. പോലീസുകാരെ വിശ്വസിച്ച് മാത്രമേ പോകണുള്ളൂ. അപ്പൊ എന്തായാലും നമ്മള് രാജ്യത്തെ രക്ഷിക്കുക. രാജ്യത്തെ നമ്മളെ സിറ്റി ചെറിയ സിറ്റിനെ രക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്ക്മാൻ ആവുന്ന പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പണിക്ക് നിന്ന് ഇനി വെറുതെ പറയാനൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കാറ് വളച്ച് നിർത്തിയിട്ട് നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് നമുക്ക് എന്തൊന്നും നമുക്ക് പറയാൻ പറ്റൂല. എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ബാക്ക്മാനും കാര്യത്തിൽ നമ്മൾ മുന്നിൽ തന്നെ വന്നിരുന്നു. ഫ്രാങ്കിലിന് മുന്നിൽ തന്നെ 2 ബാക്ക്മാനും കാര്യത്തിന് വന്നത്. അപ്പൊ നമ്മൾ ഫ്രാങ്കിലിനോട് നന്ദിയും കാര്യങ്ങൾ തന്നെ പറഞ്ഞത് കിട്ടിയോണ്ട് എല്ലാവരും ഫ്രാങ്കിലിന് കിട്ടിയത്. അപ്പൊ നമ്മൾ ഫ്രാങ്കിലിനെ രക്ഷിച്ചോണ്ട് ഫ്രാങ്കിലിനോട് നന്ദിയും കാര്യത്തിൽ തന്നെ പറഞ്ഞത് ബാക്ക്മാനും കാര്യത്തിന്. അപ്പൊ 2 ബാക്ക്മാനും കാര്യത്തില്ല ഇതിന് സൂട്ടും കാര്യത്തിന് നമ്മൾ സൂട്ടും കാര്യത്തിൽ 2 ബാക്ക്മാനും സൂട്ട് ഇട്ടിട്ട് അപ്പൊ 2 വേറെ സൂട്ട് ഇട്ടാണ് നമുക്ക് ഡാൻസ് കാര്യത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഫസ്റ്റ് ബാറ്റ്മാനും കാര്യത്തിന് വരുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും ഒരു ബാറ്റ്മാൻ ആവാൻ പറ്റുന്നതാണ് ബാറ്റ്മാനും കാര്യത്തിന് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ബാറ്റ്മാനും വേണ്ട. ഈ ബാറ്റ്മാൻ അത്ര രസം കാര്യത്തില്ല. അപ്പൊ രണ്ടാമത്തെ ബാറ്റ്മാനും കാര്യത്തിന് നമുക്ക് കാണിച്ചു തരുന്നതാണ് രണ്ടാമത്തെ ബാറ്റ്മാനും കാര്യത്തിന് വരുന്നത്. അപ്പൊ അടിപൊളി കാര്യത്തിന് ഇത് ഫൈറ്റ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങളെ ഇപ്പോഴത്തെ കമന്റിൽ മാർക്ക് ചെയ്ത് നമ്മൾ കുറച്ച് ബാറ്റ്മാനും കാര്യത്തിന് അയക്കുന്നത്. അപ്പൊ അതാണ് ബാറ്റ്മാനും കാര്യത്തിന്. അപ്പൊ അങ്ങനെ നടന്നു പോകാനൊക്കെ നോക്കണം. അപ്പൊ കുഴപ്പമില്ലാതെ നടക്കാൻ പറ്റണൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബാറ്റ്മാൻ ഈ സിറ്റിയിലാവാൻ പറ്റി. അപ്പൊ എന്തായാലും നിങ്ങളെ ഇപ്പോഴത്തെ കമന്റിൽ മാർക്ക് നിങ്ങൾ ബാറ്റ്മാൻ നിങ്ങൾ ഈ സിറ്റിയിൽ എന്തൊക്കെ രക്ഷിക്കല് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന താഴെ കമന്റിൽ മാർക്ക് നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ തരിക. ലൈക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും അയൺമാന്റെ വണ്ടിയും കാര്യത്തിന് നമുക്ക് കിട്ടിയണേക്കാം. അപ്പൊ ഇതാണ് അയൺമാന്റെ വണ്ടിയും കാര്യത്തിന് കിട്ടിയത്. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയാണ് വാതിലും കാര്യങ്ങൾ അടിച്ചപ്പോ നമ്മൾ ഓട്ടാൻ പോയിട്ടുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. അപ്പൊ നമുക്ക് കൺട്രോളും കാര്യത്തിന് അറിയില്ല എന്താവുന്നൊന്നും അറിയാം. നമ്മൾ വല്ല ഓട്ടി പോകുന്നുണ്ട്. നമുക്ക് അത് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ പഠിച്ചവർക്ക് ടഫും കാര്യത്തിനാണ് സ്പീഡൊക്കെ കൂടി പോകേണ്ടത് എന്താണെന്നൊന്നും അറിയാം. നമുക്ക് വല്ല ഓട്ടി നല്ല സ്പീഡും കാര്യത്തിന് കൺട്രോൾ ഉണ്ടെങ്കിൽ ബ്രേക്ക് പിടിച്ചിട്ട് ചെരിഞ്ഞൊക്കെ പോകണമെങ്കിൽ എന്താണെന്ന് അവിടെ പോസ്റ്റ് കൊണ്ടേ ഇടിച്ചോന്നൊന്നും അറിയില്ല. എന്നെ രക്ഷിക്കും.